ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് കാണാൻ പോകുന്ന വീഡിയോ ഞങ്ങൾ തൃശ്ശൂർ സൂ ഒന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം മെയിൻ എൻട്രൻസ് കയറാം, ടിക്കറ്റ് എടുത്തിട്ട് ഇതാണ് പ്രവേശന സ്ഥലം. ടിക്കറ്റ് റേറ്റ് വളരെ തുച്ഛമായിട്ടുള്ള റേറ്റ് കേട്ടോ. അപ്പോൾ ഒരു ബോർഡൊക്കെ എഴുതിച്ചിട്ടുള്ള ഒരുപാട് പഴകിയതായതുകൊണ്ട് മാഞ്ഞു പോയിട്ടുണ്ട്. ഒരു 40 അത്രയെങ്ങാണ്ടേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ കയറി ചിലതേ നമുക്ക് കാണാൻ വരുന്ന കുറച്ച് തത്തയുടെ ഇതൊക്കെയാണ്. 2 വല, അതായത് 2 ലെയറായിട്ട് വലയൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ആ തത്തയുടെ ഇതൊന്നും നമുക്ക് ക്ലിയർ ആയിട്ട് വീഡിയോസ് കിട്ടാത്തത്. ഒരുപാട് മൃഗങ്ങളൊക്കെ ഉണ്ടെന്നൊന്നും പറയാനില്ല. ഞാൻ തൃശ്ശൂർ സൂ വിസിറ്റ് ചെയ്തപ്പം എനിക്ക് അത്രയ്ക്ക് ഇങ്ങനെ ഒത്തിരി ഉണ്ട് കാണാൻ എന്നൊരു ഫീൽ എനിക്ക് തോന്നിയിട്ടില്ല. തിരുവനന്തപുരം സൂ ആണ് ഒരുപാടുള്ളത്. പിന്നെ ജസ്റ്റ് ഒന്ന് കുട്ടികൾക്ക് ഉള്ളവർക്ക് ഒന്ന് കൊണ്ടുപോയി കാണിക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് എനിക്ക് തോന്നി. അപ്പം കുറച്ച് ബേർഡ്സിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എല്ലാത്തിൻ്റെയും പേരൊന്നും പറയാനറിയില്ല. എന്നാൽ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് അവിടെ പേരും അത് എവിടെ നിന്നാണ് ഫൗണ്ട് ചെയ്തേക്കുന്നതും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മരങ്ങൾ, അതായത് സ്പെഷ്യലായിട്ടുള്ള മരങ്ങൾ, അതിൻ്റെയൊക്കെ ഒരു മരത്തിലിങ്ങനെ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറയണത് കൊക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ അതിനുള്ളിലൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കുറുക്കനോ കുറേ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഓടി നടന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കുകയായിരുന്നു സംഭവം. ഇങ്ങനെ നോക്കും, പിന്നെയും ഓടും, പിന്നെയും കറങ്ങും, അങ്ങനെയായിരുന്നു. അപ്പം കുറേ എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ഇതിലും തൊട്ടപ്പുറത്തും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ കുറേ സ്ഥലത്ത് സത്യം പറഞ്ഞാൽ മൃഗങ്ങളൊക്കെ ഇട്ടിരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. അവിടെയൊന്നും ഇപ്പം കുറേ എണ്ണം ഇല്ല ഞാൻ പോയ സമയത്ത്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഒരു കാടിൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു ഫീൽ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലതാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ വേറൊരു ബിൽഡിങ് കാണുന്നുണ്ട്. അതിനകത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കാണാനുണ്ട്. അതായത് ഈ മൃഗങ്ങളുടെ സ്കൾട്ടനൊക്കെ വെച്ചിട്ടുള്ളത്, അതിൻ്റെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അന്നേരം അത് പറയാം. പിന്നെ കുറേ മാനുകൾ, വെറൈറ്റി ആയിട്ടുള്ള മാനുകൾ ഉണ്ടായിരുന്നു. കൊമ്പുള്ളത്, കൊമ്പില്ലാത്തത്, പുള്ളിയുള്ളത്, പുള്ളി ഇല്ലാത്തത്, അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള. ഈ ഒരു മാനിനെ കണ്ടപ്പം അതിൻ്റെ ദേഹമൊക്കെ ഇങ്ങനെ നല്ല വെൽവെറ്റി ഫീലില്ലേ, വെൽവെറ്റ് തുണിയുടെ ആ ഒരു ഫീല്. അതുതന്നെ ഒട്ടക പക്ഷികൾ, അതിൻ്റെയും ബ്ലാക്ക്, വൈറ്റ്, അങ്ങനെ കളർ ഡിഫറൻസും അങ്ങനെ കുറേയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ പിന്നെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാനായിട്ട് എനിക്ക് അറിയാൻ പാടില്ല. അപ്പം നമ്മൾ ജസ്റ്റ് പോയാൽ കാണാം കുറച്ചൊക്കെ എന്ന് വേണമെങ്കിൽ ഞാൻ പറയുള്ളൂ. അപ്പം വെറുതെ ആ ടൈം പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ പോവാം, അല്ലാണ്ട് കാണാം അത്രയ്ക്കൊന്നും ഇല്ല എന്ന് വേണം പറയാനായിട്ട്. അപ്പം ഹിപ്പോപ്പൊട്ടാമസ് ഉണ്ടായിരുന്നു 2 എണ്ണം. അതിന് അവരവിടെ പേരിട്ടിട്ടുണ്ട്, അതിൽ ജനിച്ച വർഷവും ഇട്ടിട്ടുണ്ട്. രശ്മിയും പോപ്പി എന്നാണ് പേരിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം കൂടുതൽ കളക്ഷൻ എന്ന് പറയുന്നത് ഇതുപോലെ മാനുകളാണ് കൂടുതലായിട്ടുള്ള കളക്ഷന്. നല്ല ഭംഗിയുണ്ട്. ഈ പുള്ളിയുള്ള മാനിനെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അതിന് കൊമ്പില്ല, അപ്പം കൊമ്പുള്ള മാനുകളും ഉണ്ട് കേട്ടോ. അപ്പം വെള്ളം കുടിക്കുന്നതാണ് നല്ല രസം. എനിക്ക് ഈ മാനുകളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കൂട്ടം കൂടി നിൽക്കുന്നത് കാണാനായിട്ട് നല്ല രസമാണ്. ഈ മാൻ കണ്ടോ, ഇതിന് നല്ല കൊമ്പുണ്ട്. അതിൻ്റെ കൊമ്പ് കാണാൻ തന്നെ നല്ല രസമുണ്ട്, അതായത് മരത്തിൻ്റെ ചില്ലകളൊക്കെ പോലെ. പിന്നെ ടൈഗർ അതിങ്ങനെ കിടക്കുമായിരുന്നു. ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അത് എണ്ണീറ്റ് നിന്നൊന്ന് കാണാൻ വേണ്ടിയിട്ട്. എനിക്കൊന്ന് 2 ടൈഗർ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ. അപ്പം കാണാൻ വേണ്ടി കുറേ വെയിറ്റ് ചെയ്തു, എണ്ണീറ്റ് നിൽക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് കിടക്കുമായിരുന്നു. ഞങ്ങൾ പോയത് രാവിലെ ആയിരുന്നു കേട്ടോ, രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെയുള്ള ആൾക്കാർ കൂട് ക്ലീനിങ്ങും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ആയിരുന്നു. എന്നിട്ട് ഈ ടൈഗറൊക്കെ ഇങ്ങനെ ഉറങ്ങുന്ന ആ ഒരു ഫീലായിട്ടായിരുന്നു. നമുക്ക് എണ്ണീറ്റ് നിന്ന് അങ്ങനെ കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതാണ് മുതല, ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ അതിനകത്ത്. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഒരു സാധാ നോർമൽ വലിപ്പവും ഒക്കെയുള്ളൊരു മുതലയാണ്. ഒത്തിരി വലുതായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല.
അത് നമ്മളിങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്ന ആ ഒരു ഭാഗത്താണ്. പിന്നെ മയിലുണ്ടായിരുന്നു കേട്ടോ. മയിൽ പീലി വിടർത്തി കാണണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പീലി വിടർത്തിയിട്ട് കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ കൊമ്പത്ത് കയറി ഇരിക്കുന്നുണ്ടായിരുന്നു ഒരെണ്ണം. പീലി ഉള്ളത് 1 2 മറ്റോ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ പീലി ഇത്രയൊക്കെ ആക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു നന്നായിട്ട് വിടർത്തുന്നു. പക്ഷേ അത് വിടർത്തിയില്ല. ഇത്രയൊക്കെ വിടർത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു നേരിട്ട് അങ്ങനെ പീലി വിടർത്തുന്ന കാണണമെന്ന്. പക്ഷെ കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറേ കുരങ്ങുകൾ അതിനെ ഇങ്ങനെ കൂട്ടിലാക്കിയിട്ടിട്ടുണ്ട്. ചെറിയ പൊടി കുരങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ വന്നത് ഒരു പാമ്പിൻ്റെ സെക്ഷനാണ്. അത് പിന്നെ വേറൊരു ഭാഗത്തായിട്ട് പാമ്പിങ്ങൾക്ക് ഇങ്ങനെ ഒരു സെക്ഷൻ വെച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ തുടക്കം കയറുന്ന ഭാഗത്ത് കുറച്ച് ആമകളെ കാണാനായിട്ട് പറ്റും. അപ്പോൾ അവിടുത്തെ കുറേ ഈ പാമ്പുകളുടെയൊക്കെ നമുക്ക് ശരിക്കും കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാത്തത്. പിന്നെ ഇത് നമുക്ക് വേറെ അതിനുള്ളിൽ ഈ ഓരോ മോഡൽസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും പിന്നെ ഈ അസ്ഥികൂടും അങ്ങനത്തെ സംഭവങ്ങളുടെയൊക്കെയാണ് കാഴ്ചകൾ. ഇത് പിന്നെ നമ്മുടെ കഥകളി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിരിക്കുന്നു. കാണാനായിട്ട് ഒരു ദിവസം പോയാൽ കാണാനായിട്ടുണ്ട്. എല്ലാ വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.